അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നദാനി അക്ക വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ക്രേഫിഷുകളെ ഞാൻ വളർത്തി തുടങ്ങിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ എന്തൊരു ജീവികളെ വളർത്തി തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിലും നമുക്ക് അതിൻ്റെ ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ ചെറിയ നഷ്ടങ്ങൾ നമുക്ക് നികത്തി പോകാൻ പറ്റുമാവുന്നതല്ല, പക്ഷേ എങ്കിലും അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് നമുക്കിന്ന് നമ്മുടെ ബ്രൂഡ് സ്റ്റോക്കിൽ പെട്ട അത്യാവശ്യം നല്ല ഒരു വലിയ ഫീമെയിൽ ക്രേഫിഷ് അത് ഡെഡായി കിടക്കുന്നൊരു സാഹചര്യമായിരുന്നു. പക്ഷേ അതിന് കുറച്ച് പ്രായമുണ്ട് കേട്ടോ. അപ്പോൾ ആ പ്രായത്തിൻ്റെ ആയിരിക്കാം അത് ഡെഡാവാനുള്ളൊരു സാധ്യത. അപ്പോൾ എന്തായാലും അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്കൊരു വീഡിയോയിലൂടെ കണ്ടുപോകാം. അപ്പോൾ എൻ്റെ ഈ കയ്യിൽ കാണുന്ന ഏകദേശം 4 ഇഞ്ചോളം വരുന്ന, എൻ്റെ കൈപ്പത്തിയോളമൊക്കെ വലിപ്പം വരുന്ന സുന്ദരിയായിട്ടുള്ള ഈ ഒരു ഫീമെയിൽ ക്രേഫിഷ് ഡെഡായ കാര്യമാണ് ഞാൻ ഈ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞത്. അപ്പോൾ ഇവളെ സംബന്ധിച്ച് കുറച്ച് പ്രായമുണ്ട്. മറ്റ് ക്രേഫിഷുകൾ കടിച്ച് വലിയ പാകപ്പിഴകളൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും ആ ഒരു ഫീമെയിൽ ക്രേഫിഷ് ആയതിൻ്റെ പേരിൽ ഫീമെയിൽ ക്രേഫിഷിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫീമെയിൽ ക്രേഫിഷുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ കാണുന്ന പോലെ അവരുടെ വയറിൻ്റെ അടിഭാഗം ഫുള്ള് ബ്ലാങ്ക് ആയിരിക്കും. നാര് പോലെയുള്ള കാലുകളായിരിക്കും. അവിടെയാണ് അവർ എഗ്ഗ് ലോഡായതിനു ശേഷം അടക്കി പിടിക്കുന്നത്. പിന്നെ മെയിനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാണുന്ന വൃത്താകൃതിയിലുള്ള വയറിൻ്റെ അടിഭാഗത്ത് കാലുകളുടെ ഇടയിലായിട്ട് ലാസ്റ്റ് കാലിന് മുകളിലൊക്കെ ആയിട്ട് വൃത്താകൃതിയിലുള്ള ആ ഒരു ഭാഗമാണ് ഫീമെയിൽ ക്രേഫിഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. അപ്പോൾ എന്തായാലും ഫീമെയിൽ ക്രേഫിഷുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായെന്ന് ഒന്നുകൂടി ഞാൻ വിചാരിക്കുന്നു. പല വീഡിയോകളും ഞാനിതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ ആ ഒരു ക്രേഫിഷിൻ്റെ ഭംഗി നോക്കി. അപ്പോൾ ഈ ഒരു നഷ്ടം നമുക്ക് നഷ്ടം തന്നെയാണ്, എങ്കിലും നമ്മളത് ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ക്രേഫിഷിൻ്റെ വിശേഷങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ എന്തായാലും നഷ്ടപ്പെട്ടു പോയത് തന്നെയാണ്. ആ ഒരു നഷ്ടം അത് നമുക്ക് ചിലപ്പോൾ നികത്തിയെടുക്കാനായിട്ട് സാധിക്കില്ല. അത് ഫാമിംഗ് മേഖലയായാലും ഏത് മേഖലയായാലും ജീവിതത്തിലായാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നഷ്ടത്തെ നമ്മൾ ഉൾക്കൊണ്ട് പുതിയ ബ്രൂഡുകളൊക്കെ സെറ്റ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ പിന്നെയും കുട്ടികളെയൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതിൽ നിന്ന് വരുമാനം കണ്ടെത്താനും ശ്രമിക്കും. അതാണ് നമുക്ക് ഫാമിംഗ് മേഖലയിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ എന്തായാലും ആ ഒരു നഷ്ടം നികത്തി നമ്മൾ ഇനി ഈ ദിവസങ്ങളിലൊക്കെ ഒരു പുതിയ ബ്രൂഡുകളെ സെറ്റ് ചെയ്ത് ഇറക്കി അതിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളുടെയും അതിൽ നിന്നൊക്കെ കിട്ടുന്ന ആദായത്തിൻ്റെയൊക്കെ വീഡിയോകളുമായിട്ട് ഇനി വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.